ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്. കർത്താവായ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക. എന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, പ്രതികാരം എൻ്റെതാണ്. റോമ 12:19. കാരണം കൂടാതെ അനീതി സഹിക്കേണ്ടി വരുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടായിരിക്കാം. ശാന്തമായി ജീവിക്കുന്നവരെ ഒരു കാരണവും കൂടാതെ ശല്യപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നതിൽ രസിക്കുന്ന മനുഷ്യരുണ്ട്. അവരുടെ പിടിയിൽ അമർന്നുപോയാൽ നാം ദുരിതപ്പെടാൻ ഇടയാകും. ഭവനത്തിൽ നിന്നും ജോലി സ്ഥലത്തു നിന്നും തിക്താനുഭവങ്ങൾ ഉണ്ടായേക്കാം. അവ സഹിച്ച് ക്ഷീണിക്കുമ്പോൾ പ്രതികാരം ചെയ്യുവാൻ നാം ഒരുങ്ങിയേക്കാം. പക്ഷേ അതിന് ആവശ്യമില്ല. തക്ക വിധത്തിൽ ദൈവം പ്രതികാരം ചെയ്യുന്നവനാണ്. പ്രവർത്തിക്കുവാനുള്ള തക്ക സമയത്തിനായി കാത്തിരിക്കുന്നു എന്നേയുള്ളൂ. അതിനിടയിൽ കടന്നു പ്രവർത്തിക്കാൻ നാം ശ്രമിക്കരുത്. സൗൽ രാജാവിന്റെ പിടിയിൽ ദാവീദും അഹാബിന്റെ അധികാരത്തിൻ കീഴിൽ ജീവിച്ച ഏലിയ പ്രവാചകനും ഹാമാന്റെ ചതിവിൽ കുരുങ്ങിയ മൊർദെഖായിയും വളരെ മനപ്രയാസം അനുഭവിച്ചു. ഇവരെല്ലാവരുടെയും കാര്യത്തിൽ ദൈവം ഇടപെട്ട് പ്രവർത്തിച്ചു. നാമോത്തിനെ ചതിവിൽ കൊലപ്പെടുത്തിയ ഇസബേൽ രാജ്ഞി സ്വന്തം ദാസന്മാരുടെ കൈകളാൽ തന്നെ മാളികയിൽ നിന്ന് താഴെ തള്ളിയിടപ്പെട്ടു. അവളുടെ ജഡം നായ്ക്കൾ തിന്നു. ജോസഫിനെ ഈജിപ്തിലേക്ക് വിറ്റ സഹോദരന്മാർ ചില വർഷങ്ങൾക്ക് ശേഷം ജോസഫിന്റെ മുമ്പിൽ ഭിക്ഷാപാത്രവുമായി നിൽക്കുവാൻ ഇടയായി. പ്രതികാരത്തിന് ദൈവം തക്ക സമയം വേണ്ട വിധത്തിൽ പ്രവർത്തിക്കും. പ്രതികാരം നമ്മുടെ ചുമതലയല്ല, ദൈവത്തിന്റെ അവകാശമാണ്. തന്റെ ഭക്തന്മാരുടെ നേർക്കുണ്ടാകുന്ന അനീതിയെയും അക്രമത്തെയും താൻ അവഗണിക്കുകയില്ല. ഒരുപക്ഷെ നാം അനീതി സഹിച്ച് തകർന്നായിരിക്കാം പ്രതികാരത്തിന് ഒരുങ്ങുന്നത്. കാലം വൈകിയാലും ദൈവം സകലത്തെയും നേരെയാക്കും. ദൈവത്തിന്റെ പ്രത്യേക അവകാശമാണ് പ്രതികാരം. അതിൽ മനുഷ്യൻ കൈവയ്ക്കരുത്. കർത്താവായ ഈശോ നമ്മെ ഓരോരുത്തരെയും യഥാർത്ഥ സ്നേഹത്തിലേക്ക് കടത്തിക്കൊണ്ടുവരട്ടെ. പരിശുദ്ധാത്മ നിറവ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. IMS അമ്മ പരിശുദ്ധമ്മ നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. ആമേൻ. ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്.